ശ്ലോകം 3. താസാം ആകലയന്നപാങ്കവലനൈർമോദം. നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും എടുത്തു പറയുന്നു. താസാം, ആ സ്ത്രീകൾക്ക്, മോദം ആകലയൻ, എന്തെന്നില്ലാത്ത സന്തോഷത്തെ ഉണ്ടാക്കുകയാണ്. എങ്ങനെ? അപാങ്കവലനീ, എൻ്റെ ആ കടക്കൺ നോട്ടം കൊണ്ട്, ആ മന്ദസ്മിതം കൊണ്ട്. ഓരോ സ്ത്രീയും ഭഗവാൻ എന്നെയാണ് നോക്കുന്നത് എന്ന് മനസ്സിലാക്കി എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി അവരും പുഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. താസാം ആകലയൻ അപാങ്കവലനൈ മോദം. അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും എങ്ങനെയാണ്? പ്രഹർഷാത്ഭുത വ്യാലോലേഷു ജനേഷു. ആ ജനങ്ങൾ എന്തെന്നില്ലാത്ത ആനന്ദം, ഹർഷം. എന്താ കാരണം? അത്ഭുതം. എന്താ അത്ഭുതത്തിന് കാരണം? ആ അനേകം അസുരന്മാരെ വധിച്ചത്, പൂതന മുതൽ വ്യോമാസുരനെ വരെ, കേശി വ്യോമാസുരൻ വരെ 10-13 പേരെ വധിച്ചത് അത്ഭുതം. ഈ ഉണ്ണി, ഉണ്ണിത്തണ്ട് പോലിരിക്കുന്ന ഉണ്ണി അല്ലേ, ഈ ഉണ്ണി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത്? അത്ഭുതം. പ്രഹർഷ അത്ഭുത വ്യാലോലേഷു. അങ്ങനെ ഈ മുമ്പ് നടന്നതിനെക്കുറിച്ച് ആലോചിച്ചുള്ള അത്ഭുതവും ആ ഉണ്ണിയെ കണ്ടപ്പോൾ ഉള്ളതായ ആ ഹർഷം, പ്രഹർഷവും. അങ്ങനെയുള്ള ജനങ്ങൾ അവരിങ്ങനെ നോക്കി നോക്കി പോകുന്നുണ്ട്, ഭഗവാനെ നോക്കി പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ വരുന്നു. തത്ര രജകം, ഒരൽക്കുകാരനാണ് വന്നത്. അലക്കാരൻ വന്നപ്പോൾ കൃഷ്ണൻ പിടിച്ചു നിർത്തി. ഹേ രജക, ഞങ്ങളെ നാട്ടും പുറത്തുനിന്ന് വരികയാണ്. ഞങ്ങൾക്ക് ഇവിടെയുള്ള ധനുർയാഗം കാണുന്നുണ്ട്. ഓരോരോ വസ്ത്രം തരൂ ഞങ്ങൾക്ക്. കഞ്ചിത് പടിയും പ്രാർത്ഥയൻ, ഒരു വസ്ത്രത്തിനെ യാചിച്ചു. കംസൻ്റെ അലക്കുകാരനാണ്. കംസൻ്റെ വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടുവരുന്നവനാണ്. അവനോടാണ് ഭഗവാൻ ഈ വിധത്തിൽ പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്ക് യാഗത്തിന് പോകാനാണ്, ഒരു വസ്ത്രം തരുമോ എന്ന് ചോദിച്ചതായ സമയത്ത് അവൻ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. കസ്തേ ദാസ്യതി രാജകീയവദനം യാഗി. എടാ, നിനക്ക് ആരാണ് ഈ രാജാവിൻ്റെ വസ്ത്രം തരാൻ? നീ ആരാണ്? യാഗി, ഇവിടുന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഇപ്പോൾ കാവൽക്കാരോട് പറഞ്ഞ് എന്നെ പിടിക്കും, ജയിലിലാക്കും എന്ന് തേനോദിത, അവനാൽ പറയപ്പെട്ടപ്പോൾ. തേന ഉദിത. നോക്കണേ, ഭഗവാൻ അവന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയാണ്. സദ്യസ്തസ്യ കരേണ ശീർഷമകൃതാഹ, അവൻ്റെ ശീർഷം, അവൻ്റെ തല ഭഗവാൻ തൻ്റെ കൈ കൊണ്ട് ഹരിച്ചു. ഒരു പൂ നുള്ളിയെടുക്കും പോലെ ഇങ്ങനെ എടുത്ത് നുള്ളിക്കളഞ്ഞു. അത്ര ലാഘവത്തോടെ നടന്നു. സോപ്യാപ പുണ്യാംഗതിയും, അവനും പുണ്യമാർഗത്തെ പ്രാപിച്ചു. പുണ്യമാർഗം എന്താണ്? 2 വിധത്തിലാവാം. ഒന്ന്, വലുതായിട്ടുള്ളതായ ആധ്യാത്മികമായിട്ടുള്ളതായ അനുഭവങ്ങളൊന്നുമില്ലാതെ ഭഗവാനെക്കുറിച്ചൊന്നും അറിയാത്തവർ പല പുണ്യകർമ്മങ്ങൾ ചെയ്തു, അവർ സ്വർഗത്തിൽ പോകും. പക്ഷേ തിരിച്ചു വരണവർക്ക് ഇതല്ല. ഈ തിരിച്ചു വരാതെ ഇരിക്കത്തക്ക വിധത്തിൽ ആ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. അതാണ് പുണ്യാംഗതിയും. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ സ്ഥാനത്തേക്ക് അവനെ അയച്ചു. അവൻ സദ്ഗതിയെ പ്രാപിച്ചു. അപ്പോൾ ഈ രാജപഥത്തിലൂടെ നീങ്ങുന്ന സമയത്ത് താസാം ആകലയൻ അപാങ്കവലനീഹി, തൻ്റെ കടക്കണ്ണുകൾ കൊണ്ട് ആ സ്ത്രീകൾക്ക് എല്ലാവർക്കും മോദം, എന്തെന്നില്ലാത്ത സന്തോഷത്തെ ആകലയൻ നൽകിക്കൊണ്ട്, പ്രദാനം ചെയ്തുകൊണ്ട്.
ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കണു. പ്രഹർഷാത്ഭുത വ്യാലോലേഷു ജനേഷു. ആ ജനങ്ങളിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഉണ്ണിയെ കണ്ടതിലുള്ള സന്തോഷം. ഇത്ര ചെറിയ ഉണ്ണിയാണോ ആ അത്ഭുത കർമ്മങ്ങൾ ചെയ്തത് എന്നുള്ള ചിന്ത, അത്ഭുതം. അങ്ങനെയുള്ള മനസ്സ് വ്യാലോലമായിരിക്കുന്ന, ഇളകിക്കൊണ്ടിരിക്കുന്ന ആ ജനങ്ങളുടെ ഇടയിൽ തത്ര രജകം, ഒരു അലക്കുകാരനോട് കഞ്ചിത് പടിയും പ്രാർത്ഥയൻ, ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു വസ്ത്രം തരുമോ എന്ന് ചോദിച്ചതായ സമയത്ത് കസ്തേദാസ്തി രാജകീയവസനം യാഹി എന്നവൻ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. രാജകീയ വസനം, രാജാവിനുള്ളതായ വസ്ത്രമാണ്, അതുകൊണ്ട് വേഗം ഇവിടുന്ന് പൊക്കോ. യാഹി ഇതിതേനോദിത എന്നവനാൽ പറയപ്പെട്ടപ്പോൾ സദ്യസ് തസ്യ ശീർഷം, അവൻ്റെ ആ തലയെ കരേണ അഹൃദാഹ, തൻ്റെ കൈകൊണ്ട് ഹരിച്ചു, നുള്ളിയെടുത്തു. സോപ്യാപ പുണ്യാം ഗതിം, അവനും പുണ്യമാർഗത്തെ, അതിമനോഹരമായിട്ടുള്ളതായ സദ്ഗതിയെ, മോക്ഷത്തെ, ജീവാത്മ പരമാത്മ ഐക്യത്തെ അവൻ പ്രാപിച്ചു. ഇതാണ് അവൻ ആരെയും ശിക്ഷിക്കുന്നില്ല, എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്ലോകം 4. ഭൂയോ, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വായകം, വഴിക്ക് പോകുന്ന സമയത്ത് ഒരു നെയ്ത്തുകാരനെയാണ് കണ്ടത്. വായകം എങ്ങനെയുള്ള നെയ്ത്തുകാരനാണ്? ആയതമതിം, നല്ല നീണ്ട ബുദ്ധിയുള്ളവൻ, വിശിഷ്ടമായ ബുദ്ധിയുള്ളവൻ. എന്താ വിശിഷ്ടമായ ബുദ്ധി? വ്യവസായാത്മീയ ബുദ്ധി, നിശ്ചയമെന്ന ബുദ്ധി. ഭഗവാനെയാണ് നമുക്ക് സാക്ഷാത്കരിക്കേണ്ടത്. ആ ഭഗവാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വൈഭവം അവനുണ്ടായി. അതാണ് എപ്രകാരം ആ തിരുവക്കരയ്ക്ക് കുബ്ജയ്ക്കുണ്ടായിയോ അതുപോലെ കംസനെ കൊണ്ടുപോകുന്നതായ വരാൻ പോണതേ ഉള്ളൂ. അതെ, ആയതമതിം ഏകം വായകം, വർദ്ധിച്ച ബുദ്ധിയോടുകൂടിയ, ദീർഘബുദ്ധിയോടുകൂടിയ ഒരു നെയ്ത്തുകാരൻ രണ്ട് ഉണ്ണികളെയും കണ്ടു. രണ്ട് ഉണ്ണികൾക്കും നേരത്തെ കൂട്ടി തന്നെ ആചാര്യന്മാർ പറയും, നേരത്തെ കൂട്ടി തന്നെ അവർക്ക് തയ്ച്ചു വെച്ചിരിക്കണമെന്ന് പറയുന്നത്. രണ്ടുപേർക്കും ഏകദേശം ദോഷേണ വേഷോചിതം ദാശ്വാംസം, എന്തൊന്നില്ലാത്ത സന്തോഷത്തോടുകൂടി ഉചിതമായ വേഷം, വേഷോചിതം ദാശ്വാംസം കൊടുത്തു. കൃഷ്ണന് ആ മഞ്ഞപ്പട്ടുകൊണ്ടുള്ളതായ ഒരു വസ്ത്രം കൊടുത്തു. ബലരാമന് നീലപ്പട്ടുകൊണ്ടുള്ളതായ ഒരു വസ്ത്രം കൊടുത്തു. അതാണ് വേഷോചിതം ദാശ്വാംസം നൽകി. ഭഗവാൻ അവന് സ്വപദം നിനേധ, ഇവിടെ തന്നെ ഇരിക്കുന്ന സമയത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹിച്ച് ഒടുവിൽ തന്നെ പതിലാണ്ട്, ഇപ്പോൾ അല്ല. ഇതാണ് വളരെ കാലം ദീർഘായുഷ്മാനായി എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒടുവിൽ സ്വപദം നിനേധ, തൻ്റെ പദത്തിലേക്ക് അവനെ കൊണ്ടുപോയി. അപ്പോൾ മേൽപ്പത്തൂർ പറയാണ്, സുഹൃതം കോവേദ ജീവാത്മനം. ഓരോ ജീവാത്മാവിൻ്റെയും, ജീവാത്മാക്കൾ, നമ്മളൊക്കെ ജീവാത്മാക്കൾ, ആ നമ്മുടെ ഓരോരുത്തരുടെയും സുഹൃതം കഹാവേദ, ആരറിഞ്ഞു? ആർക്കും അറിയില്ല. അവരവർ തന്നെ അനുഭവിക്കുന്നതാണ്. ഈ വായകൻ
ഇപ്രകാരം ഈ രണ്ട് ഉണ്ണികളെ ഭഗവാന്മാരെ സൽക്കരിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. ഭഗവാൻ അവർക്ക് തൻ്റെ പദത്തിന് വൈകുണ്ഠപദത്തിന് നൽകുമെന്നും ആർക്കും അറിയില്ല. ഇതൊക്കെ അവരുടെ സുഹൃതമാണ്. സുഷ്ടുകൃതം സുഹൃതം, നന്നായി ചെയ്തത്. എപ്പോൾ ചെയ്തു? കഴിഞ്ഞ ജന്മത്തിൽ, ഈ ജന്മത്തിലേ അല്ല, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത്. ആ പുണ്യമാണ് ഇപ്പോൾ ഭഗവാനെ നേരിട്ട് കാണാനും ഭഗവാനിങ്ങനെ വസ്ത്രം നൽകാനും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനും സാധിച്ചത്. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ജീവാത്മാവിൻ്റെയും സൽക്കർമ്മങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന് കഹാവേദ ആരറിഞ്ഞു? ആരും അറിയില്ല, ആർക്കും അറിയില്ല എന്നർത്ഥം. അവിടുന്ന് പിന്നെയും മുന്നോട്ട് രാജപഥത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകണു. അപ്പോഴാണ് ഒരു മാലാകാരനെ കണ്ടത്. മാലയുണ്ടാക്കി വിൽക്കുന്നവൻ, പൂക്കൾ കൊണ്ട് മാലയുണ്ടാക്കി. ആചാര്യന്മാരെപ്പോഴും പറയും, അദ്ദേഹം ദിവസവും 2 മാലയുണ്ടാക്കി വയ്ക്കുന്നവരാണ്, ഇവർക്ക് 2 പേർക്കും കൊടുക്കാൻ വേണ്ടി. പിറ്റേ ദിവസത്തേക്ക് പോയി വീണ്ടും അന്ന് ഉണ്ടാക്കി വയ്ക്കും. അത് ആർക്കും കൊടുക്കില്ല, അത് മാറ്റി വയ്ക്കുന്നതാണ്. മാലാഭി സ്തവകൈഹി, മാല മാത്രമല്ല പൂച്ചെണ്ട്, ബൊക്കെ എന്ന് പറയില്ലേ, പൂച്ചെണ്ട്, അത് 2 കൊടുത്തു. ഭഗവാൻ സ്തുതിച്ചു. സ്തവൈരവി, ഭഗവാനെ സ്തുതിച്ച്. മാലാകൃത മാനിത, ആ മാലയുണ്ടാക്കുന്നവനാൽ മാനിക്കപ്പെട്ടു. സുധാമാവെന്നാണ് അവൻ്റെ പേര്. ആ സുധാമാവിനാൽ മാനിക്കപ്പെട്ടു, ബഹുമാനിക്കപ്പെട്ടു. ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? ഭക്തിം തേന വൃതാം, എനിക്ക് അങ്ങയിൽ ഭക്തി ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. അങ്ങനെ അവനാൽ വരിക്കപ്പെട്ടതായ ഭക്തിയെ ദിദേശിത നൽകി. ജീവിതകാലം മുഴുവൻ നിനക്ക് ആ ഭക്തി ഉണ്ടാവും എന്ന് മാത്രമല്ല, ജീവിക്കുന്ന കാലം മുഴുവൻ പരാം ലക്ഷ്മിയും എല്ലാവിധത്തിലുള്ളതായ ഐശ്വര്യങ്ങളുണ്ടാവും. ഒടുവിൽ നീ എൻ്റെ പദത്തിനെ പ്രാപിക്കും. സ്വപദം, ആ വൈകുണ്ഠപദത്തിനെ പ്രാപിക്കുകയും ചെയ്യും എന്ന് ആ ഭഗവാൻ. ഹേ ലക്ഷ്മീപദേ, ലക്ഷ്മിയാണ് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നവൾ. ആ ലക്ഷ്മിയുടെ പതിയല്ലേ. അപ്പോൾ പിന്നെ ഐശ്വര്യം വസ്തുക്കൾ കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? എല്ലാം തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. ഹേ ലക്ഷ്മീപദേ, ഹേ ഗുരുവായൂരപ്പ. ഈ വിധത്തിൽ 2 ആൾക്കാരെ അനുഗ്രഹിച്ചു. കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരാളെ അനുഗ്രഹിച്ചു, രചകനെ. ഇതിൽ 2 പേരെ അനുഗ്രഹിച്ചു. ഒന്ന് വായകൻ, നെയ്ത്തുകാരൻ. രണ്ടാമത്തത് മാലാകാരൻ, പേര് പറഞ്ഞിട്ടുണ്ട്, സുധാമാവ്. അവർ 2 പേരെയും ജീവിച്ചിരിക്കുന്ന കാലം എന്തൊന്നില്ലാത്ത ഐശ്വര്യത്തോടുകൂടി ദീർഘായുഷ്മാനായി ഇരിക്കുക എന്നുള്ള അനുഗ്രഹം. അത് കഴിഞ്ഞ ഒടുവിൽ സ്വപദം നിനേത, തൻ്റെ പദത്തിലേക്ക്, തൻ്റെ വൈകുണ്ഠപദത്തിലേക്ക് അവരെ ഓരോരുത്തരെയും അദ്ദേഹം അനുഗ്രഹിച്ച് അയക്കുകയാണ്.